രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് നോമ്പ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിങ്ങനെ പഠിപ്പിച്ചു: മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആര് നോമ്പ് രണ്ട് നിബന്ധനകളോടുകൂടെ, റസൂലുള്ളാഹി പറയാണ്, പൂർണ്ണ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആര് നോമ്പിനെ അനുഷ്ഠിക്കുന്നുവോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ട് നിബന്ധനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഒന്ന്, ഈമാൻ ക്ലിയർ ആയിരിക്കണം, ഈമാൻ പൂർണ്ണമായും വ്യക്തത വന്നതായിരിക്കണം. നമ്മുടെ ഈമാൻ ആരുടെ ഈമാനാണ്? വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് പറഞ്ഞു: ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ പ്രവാചകനും സ്വഹാബത്തും എങ്ങനെയാണോ വിശ്വസിച്ചത് അത് പ്രകാരം നിങ്ങൾ വിശ്വസിക്കുക, ഫഖദ് ഇഹ്തദൗ. അപ്പോൾ നിങ്ങൾ നേർമാർഗത്തിൽ എത്തിപ്പെടും. അപ്പം അതുകൊണ്ട് വിശ്വാസ മേഖലയിലെ ഓരോ കാര്യത്തിലും യഥാവിധി നമ്മുടെ വിശ്വാസത്തെ ചിട്ടപ്പെടുത്തി, നമ്മുടെ നിലപാടുകളെ ശക്തിപ്പെടുത്തി, നമ്മുടെ സമീപനങ്ങളിൽ വേണ്ട വ്യക്തതകൾ വരുത്തി മുന്നോട്ട് പോകൽ വളരെ പ്രധാനമാണ്. യാതൊരു സംശയവും അതിലില്ല. അപ്പോൾ നോമ്പ് നോൽക്കുന്നു, ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് റബ്ബല്ലാത്തവർക്ക് നൽകുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെന്താണ്? പിന്നെ ഈമാൻ കാര്യങ്ങളിലെ മറ്റുള്ള വിഷയങ്ങളാണ്, അല്ലേ? ഈമാൻ കാര്യം 6ആണ്, ഇസ്ലാം കാര്യം 5ആണ്, അവകളറിയൽ ഫർളാണ്, അവകൾ അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണെന്ന് പണ്ടെപ്പോഴോ മദ്രസന്ന് ഉസ്താദ് പാടിത്തന്ന പാട്ടിനപ്പുറം നമുക്ക് മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം തുടങ്ങി ഖലാ ഖദറിലുള്ള വിശ്വാസം വരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല എന്നാണ്. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവരുടെ കർമ്മങ്ങളിലേക്ക് നാം നീങ്ങുകയും അതിനെ നാം ധൂളികളായി പറത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏല സൈക്കൽ ഉറുക്ക് തുടങ്ങി ഈ ജാതി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് നുള്ളിപ്പൊറുക്കി ഉറപ്പുവരുത്തി വളരെ ബോൾഡായ, വളരെ ശക്തമായ നിലപാടിലേക്ക് നമ്മൾ എത്തണം. എന്നാൽ മാത്രമേ പടച്ച റബ്ബ് നമ്മുടെ നോമ്പ് സ്വീകരിക്കുകയുള്ളൂ. ഇത് ആദ്യമേ വ്യക്തതയോടുകൂടെ പറയണം. രണ്ടാമത്തെ കാര്യം പുണ്യം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പുണ്യം പ്രതീക്ഷിക്കണം, പുണ്യം ആഗ്രഹിക്കണം, എന്നാലേ കിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഖുതുബ അവസാനിപ്പിച്ചത് നിയ്യത്ത് സംബന്ധിച്ചുള്ള മസ്അല പറഞ്ഞിട്ടാണ്. ഒരുപാട് ഇബാറത്തുകൾ ഉദ്ധരിച്ച് ആ വിഷയത്തിൽ അത് ചുണ്ടുകൊണ്ടല്ല, അത് ഹൃദയം കൊണ്ടാണ് വേണ്ടത്, ബുദ്ധിയുള്ള ഒരാളും ചുണ്ടുകൊണ്ട് അങ്ങനെ നിർവഹിക്കില്ല, അതിന് സ്വഹാബത്തോ മുൻഗാമികളോ നമുക്ക് മാതൃക കാണിച്ചിട്ടില്ല പോലത്തെ വിഷയങ്ങൾ നമ്മൾ ക്ലാരിറ്റിയിൽ പറഞ്ഞു, വ്യക്തതയിൽ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല മുതൽക്ക് ഇമാം ഷാഫിഈ റഹിമഹുല്ല വരെയുള്ള ഇബ്നു റജബ് അൽ ഹംബലി അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മൾ ഉദ്ധരിച്ചു. എങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പ്രതീക്ഷിക്കേണ്ട പുണ്യം എന്താണ്? പുണ്യം പ്രതീക്ഷിക്കണം. പുണ്യം മനസ്സിൽ വിചാരിച്ച് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിന് സാധാരണഗതിയിൽ ഉദ്ധരിക്കാറുള്ളൊരു തെളിവ് നമുക്കിവിടെ ഉദ്ധരിച്ചു പോകാം. ഈ മിമ്പറിൽ തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടൊരു വിഷയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്: മൻ തബിഅ ജനാസത്തൻ ഫലഹു ഖീറാത്തുൻ. ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്നു പോയാൽ അയാൾക്കൊരു ഖീറാത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉഹദ് മലയോളം ഉണ്ട്. ഉഹദ് മല 6 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും കൂലിയുണ്ട് ഒരു ജനാസയുടെ പിന്നാലെ പോയാൽ. എത്തിയോക്കി പോരലല്ല, രാവിലെ ഓഫീസിലേക്ക് പോണ പോക്കിൽ അവിടെ നിന്ന് കയറി എത്തിയോക്കി എല്ലാ 3 ആൺകുട്ടികൾക്കും സലാം പറഞ്ഞ് എളാപ്പാനോട് പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ വന്നു എന്ന് വരുത്തി തീർക്കി പോകലല്ല. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ ജനാസയുടെ കൂടെ പോയി ആ ജനാസക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി കൊടുക്കുക. ആ ജനാസയുടെ കൂടെ നിന്ന് അയാളെ ഖബറിലേക്ക് ഇറക്കിയതിൻ്റെ ശേഷം എന്താ അയാൾക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുക. ഇപ്പോൾ ഫിത്നത്തുൽ ഖബർ നടക്കുന്ന സമയമാണ്, ഖബറിലെ പരീക്ഷണം നടക്കുന്ന സമയമാണ്. അയാൾക്ക് ശരിയായ ഉത്തരം തോന്നട്ട റബ്ബേ, എന്താ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ചോദ്യം വരുമ്പോൾ അയാൾക്ക് നീ സ്ഥൈര്യം കൊടുക്ക റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ മനസ്സിൽ നീ അയാൾക്ക് ഉത്തരത്തെ തോന്നിപ്പിച്ചു കൊടുക്ക റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, ഇരു ഭാഗങ്ങളിൽ നിന്നും ഖബറിന് നീ അയാൾക്ക് വിശാലത കൊടുക്ക റബ്ബേ
ഇങ്ങനെ ആ ചോദ്യങ്ങൾ, ആ വാക്കുകൾ തന്നെ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല, ആ വാക്കുകൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമല്ല, അല്ലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇങ്ങനെ അക്ഷരം പ്രതി റിപ്പോർട്ട് ചെയ്തു വന്ന വരികളൊന്നുമല്ല. നമ്മൾ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ചില വരികളാണ്. അത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട വരികളാണെന്ന് വിശ്വാസത്തോടെ ചൊല്ലാനും പാടില്ല. ഏതു വരി നമുക്ക് ചൊല്ലാം. അങ്ങനത്തെ ഒരു വരിയാണ്. ഒരാൾ പ്രാർത്ഥിക്കാണ് പച്ച മലയാളത്തിൽ നിന്നിട്ട്, പടച്ചോനെ ഖബർ വിശാലാക്കി കൊടുക്കല്ലോ, റബ്ബേ പടച്ചോനെ അയാൾക്ക് നീ സ്ഥൈര്യം കൊടുക്കല്ലോ എന്നാ പറയണമെങ്കിൽ അതും പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവര് ഏറ്റുപാടുന്ന പരിപാടിയൊന്നുമില്ല. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി അയാളെ ജനാസ പിന്തുടർന്ന് പോകുന്ന വ്യക്തിക്ക് എന്ത് കിട്ടും? ഒരു ഖിറാത്ത് കിട്ടും. അപ്പൊ ഇത് കേട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആയിഷ ബീവിന്റെ അടുത്ത് ആളെ വിട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ സംഭവം? അങ്ങനെ ഉണ്ടോ? വെറുതെ ജനാസിന്റെ പിന്നാലെ പോയാൽ തന്നെ ഒരു ഖിറാത്ത് കിട്ടുമോ? അദ്ദേഹത്തിന് ആകെ അജബായി, അത്ഭുതമായി. അപ്പൊ അവരത് സത്യപ്പെടുത്തി. അപ്പൊ അദ്ദേഹം പറയാണ്, ലഖദ് ഫറത്ന ഫീ ഖറാരീത കസീറ, ഞമ്മക്കൊക്കെ എത്രങ്ങാനും ഖിറാത്ത പോയത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം ജനാസയുടെ കൂടെ പോകാത്ത ഒരാളാണോ? അല്ല, ജനാസയുടെ കൂടെ പോകുമ്പോ പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനൊരു പുണ്യമുണ്ട് എന്നറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പുണ്യം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചില്ല, ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് ആ കൂലി കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷയത്തേക്ക് വരാം. റമളാന് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട പുണ്യങ്ങൾ എന്തൊക്കെയാണ്? റമളാന് കൊണ്ട് നമ്മൾ നേടേണ്ട പുണ്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഫളായിലു റമളാൻ മുഴുവൻ പഠിക്കണം, അതൊരു ഖുതുബി പഠിച്ച പഠിക്കണമല്ല. പക്ഷേ ഒരു 6-7 കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ നിയ്യത്ത് അതാണ്. നബയ്തു സൗമഗദി എന്നല്ല നമ്മളെ നിയ്യത്ത്. ഒന്നാമത്തെ എന്താ അറിയോ? ഒന്നാമത്തത്, നോമ്പ് കൊണ്ട് എൻ്റെ തഖ്വ എനിക്ക് ശരിക്ക് ശക്തിപ്പെടുത്തി കിട്ടണം. തഖ്വ ഒരു വ്യക്തിക്ക് ശക്തിപ്പെടുത്തി കിട്ടിയ അയാളുടെ കാണുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളൊക്കെ വേറെ ആയിരിക്കും. അയാളിൽ നിന്ന് ജീവിതത്തിലെ വലിയ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, എത്രയോ കാലം താൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ റൂമിലേക്ക് അയാൾ കയറി ചെന്നു. അയാൾ പറഞ്ഞു, എല്ലാ വാതിലും ജനലും ഒക്കെ അടച്ചലട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ ഇയാളുടെ മുന്നിൽ പെട്ടുപോയതാണ്. അതുകൊണ്ട് ആ സ്ത്രീ വാതിലും ജനലൊക്കെ അടച്ചതിന്റെ ശേഷം അവർ പറഞ്ഞു, ഇയാളെ അറിയണത് കൊണ്ട് പറഞ്ഞു, ഒരു വാതിൽ അടച്ചിട്ട് അടിയണില്ല, അത് അടക്കാൻ പറ്റൂല, അത് ഞാൻ അടച്ചോളാം അങ്ങോട്ട് പറയാന്ന് പറഞ്ഞു. ആകാശത്തിന്റെ വാതിൽ അതെനിക്ക് അടക്കാൻ പറ്റണില്ല. ഉടനെ ആ മനുഷ്യൻ വാതിൽ തുറന്നിട്ട് ഇറങ്ങിപ്പോന്നു. എന്താ അവിടെ വർക്കൗട്ടായത്? തൻ്റെ ഉള്ളിലെ വികാരങ്ങൾ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ വർഷങ്ങളായി ആഗ്രഹിച്ചൊരു പെണ്ണിൽ നിന്ന് അയാളെ പറിച്ചെടുത്ത കാര്യം എന്താ? തഖ്വയാണ്. അതാണ് തഖ്വ. ഗുഹാവാസികളുടെ സംഭവം പറയുന്നിടത്ത് 3 ആളുകളിൽ ഒരാൾ പ്രാർത്ഥിച്ചത് എന്താ? പടച്ചോനെ, ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടി, അവളുടെ ശരീരത്തിന്റെ അവയവത്തിൽ ഞാൻ ഇരുന്നു. അപ്പ പെണ്ണിന് തഖ്വ വന്നു. ഇഹ്ഫളില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കണം മനുഷ്യ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് എണീറ്റ് പോന്നു. അതാ തഖ്വ. അതാണ് തഖ്വ. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയെ ഏറ്റവും സുരക്ഷിതനാക്കി നിർത്തുന്ന കാര്യമാണ് തഖ്വ. ഉമയ്യത്തഖില യജ്അൽഹു മഖറജ. കുടുങ്ങിയോനെ പടച്ചോൻ സഹായിക്കുക അവന് തഖ്വ ഉണ്ടെങ്കിലാ. പ്രതീക്ഷിച്ചില്ല. എന്താ? അത്രയും വലിയൊരു പൈസന്റെ ഒരു സർജറി സ്വന്തം ശരീരത്തിൽ ചെയ്യേണ്ടി വരുന്നു. അപ്പോഴോ അയാളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ബില്ലിംഗ് കൗണ്ടറിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കരഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ വന്നിട്ട് വാര്യലിന്റെ എങ്ങനെ പിടിക്കണേ, ചേർത്ത് പിടിച്ചു. എന്തെങ്കിലും കരയണു? അപ്പൊ അയാളോട് പറയണം അയാളുടെ വിഷമമൊക്കെ കേട്ടോ. എൻ്റെ ഉപ്പാന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോഴിക്കോട് മിംസിൽ ഉണ്ടായിരുന്ന സമയത്തൊരു കാര്യം ഞങ്ങളോട് പറയണേ. ഒരു മനുഷ്യനിരുന്ന് ഇങ്ങനെ കരയാണ് അയാൾ. അപ്പൊ നമ്മളയാൾ അങ്ങനെ ചേർത്ത് പിടിച്ചു. എന്തേന്ന് വെച്ചു, അയാളുടെ മോള് ക്യാൻസർ രോഗിണിയാണ്. 17-18 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വന്നിട്ട് ബില്ലടക്കാൻ പൈസ ഇല്ലായിട്ടാണ് ആൾ ഇരുന്ന് കരയണത്. അപ്പൊ പടച്ചോന് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ കൊണ്ടുവന്നാക്കി കൊടുത്തു. അയാൾ ജീവിതത്തിൽ ചെയ്ത എന്തോ ഒരു സൂക്ഷ്മതയും ഒരു നന്മയാണത്. അപ്പൊ തന്നെ നമ്മൾ അവിടെ ഇരുന്ന ഒരാളോട് ഇങ്ങനെ ഈ സംഭവം പറഞ്ഞു, അങ്ങനെ ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, മൗലവി, ആ കുട്ടിന്റെ ചികിത്സക്ക് വേണ്ടത് എന്തൊക്കെയാണോ അത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, അത് ഞാനുണ്ട് അയച്ചു കൊടുത്തോളാം, വേറെ വിഷയമൊന്നുമില്ല. അയാളോട് ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇവരെ ഫോൺ കയ്യിലൊന്നും കൊടുക്കുക. വേണ്ട, ഞങ്ങൾ പറഞ്ഞാൽ മതി, എൻ്റെ കൂലി പോണ്ട. മനസ്സിലായില്ലേ? എൻ്റെ കൂലി പോണ്ട. അതാണ് ഉമയ്യത്തഖില യജ്അൽഹു മഖറജ. രോഗിയായി വന്നു, ക്യാൻസർ ചികിത്സ തുടങ്ങി, അയാളെ മുഴുവൻ കാര്യവും പടച്ചോനോട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതാണ് തഖ്വ. ആ തഖ്വ ആർജിക്കാൻ വേണ്ടിയാണ്. ആ തഖ്വ ആർജിക്കാനാണ് നമ്മൾ നോമ്പ് വെൽക്കണേ. നിങ്ങളൊന്ന് ചിന്തിച്ചോ കാണി. ആ തഖ്വ എനിക്ക് കിട്ടണം. ആ നിയ്യത്തിന്റെ അത്ര ശക്തി വേറെന്തിനാ ഉണ്ടാക സഹോദരന്മാരെ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചിട്ടപ്പെടുത്തും നമ്മളെ, അല്ലേ?
നമ്മൾ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തും. ഇനി തഖ്വ കൊണ്ട് നോമ്പ് കൊണ്ട് കിട്ടേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? നോമ്പ് കൊണ്ട് കിട്ടേണ്ട രണ്ടാമത്തെ കാര്യം നരകമോചനമാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട പുണ്യം ഓരോ നോമ്പിനും വേണ്ടി അത്താഴം കഴിക്കുമ്പോഴും ഓരോ നോമ്പ് തുറക്കുമ്പോൾ ഉള്ളിലുണ്ടാകേണ്ട ഒരു ചോദ്യം എന്താ? പഠിച്ചോനെ, ഇന്നത്തെ നോമ്പ് കൊണ്ട് എൻ്റെ നരകത്ത് നിന്ന് ഞാൻ മോചിതനാകുമോ? എന്താ റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കൂ, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹി, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ നോമ്പ് കൊണ്ട് 70,000 വർഷത്തെ വഴിദൂരത്തേക്ക് അവനെ മാറ്റുന്നതാണ്. ഒരൊറ്റ നോമ്പിന്റെ ഗുണാണ്. നവൈത്തു സോമഗതി എന്ന് പറഞ്ഞാൽ കിട്ടൂല, അതിന്റെ അർത്ഥം തന്നെ അറിയില്ല നമുക്ക്. നേരെ മറിച്ച് നമ്മൾ അത്താഴത്തിന് എണീക്കുമ്പോൾ നമ്മൾ ഉള്ളിലുണ്ടാകേണ്ട കാര്യം അത്. ചോറൊക്കെ വെക്കുമ്പോൾ പരസ്പരം ഓർമ്മാക്കുക, മക്കളെ അപ്പോൾ 70,000 വർഷത്തെ വഴിദൂരത്തേക്ക് നമ്മളെ അള്ളാഹു ആക്കാനും നരകത്തുനിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ടുള്ള നോമ്പ നമ്മൾ എടുക്കണ്. നിങ്ങളെല്ലാവരും അങ്ങനെ വിചാരിച്ചു വെച്ചില്ലേ? അപ്പാൻ്റെ കുട്ടികൾ അങ്ങനെ വിചാരിച്ചു വെച്ചില്ലേ? എടി ഇത് മറന്നിട്ടില്ലല്ലോ ചോറുണ്ടാക്കണതിൻ്റെ ഇടക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു രീതി. അങ്ങനെ ആവുമ്പോൾ എന്താ അറിയോ, നമുക്ക് വേണ്ടാത്തതിലേക്ക് നോക്കാൻ തോന്നൂല, വേണ്ടാത്തതിലേക്ക് പോകാൻ തോന്നൂല. ബാക്കിയുള്ള മാസങ്ങളെ പോലെ റമദാൻ മാസം ആകൂല. കാരണം ഈ റമദാനിനെ ഈ വെറൊരു പകൽ പട്ടിണി കൊണ്ട് അത് കിട്ടൂല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, വലില്ലാഹി ഉതഖഉ മിനന്നാർ, ഓരോ നോമ്പിന്റെയും ഓരോ നോമ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഇത് കേട്ട സ്വഹാബിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി, ഭയങ്കര അത്ഭുതമായി. ചോദിച്ചു, നബി അദാലിക ഫി കുല്ലി ലൈലത്തിൻ, ഓരോ നോമ്പിന്റെ രാത്രിയിൽ അതുണ്ടാകുമോ? പ്രവാചകൻ പറഞ്ഞു, അതേ. അപ്പോൾ ഓരോ നോമ്പും കഴിയുമ്പോൾ പടച്ചോൻ പരിശോധിക്കാണ് അടിമന്റെ ഹൃദയം. അള്ളാഹുവിന് ഇതൊക്കെ പരിശോധിക്കാൻ പറ്റും. AI സംവിധാനം വെച്ച് ഒരുപാട് കാര്യം മനുഷ്യന് ചെയ്യാൻ പറ്റുമെങ്കിൽ AI ഉണ്ടാക്കിയ മനുഷ്യന്റെ തലച്ചോറിന്റെ ഉടമസ്ഥനായ റബ്ബിന് അതിലേറെ പറ്റും. ഓരോരുത്തരുടെയും നിലപാടുകളെ, വിശ്വാസങ്ങളെ, സമീപനങ്ങളെ പടച്ചോൻ വേർതിരിച്ചെടുക്കും. 1 കോടി മനുഷ്യർ നോമ്പ് നോറ്റ എല്ലാവർക്കും ഒരേ കൂലി അല്ല കിട്ടുക. ഓരോരുത്തരുടെയും ചിന്തക്കും സമീപനത്തിനും സൂക്ഷ്മതക്കും അനുസരിച്ച പുണ്യാണ് കിട്ടുക. ഒരു വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ 10 ആൾക്ക് ഒരു പുണ്യമല്ല കിട്ടുക. മനസ്സിലായില്ലേ? 10 ആൾക്കും പടച്ചോൻ 10 പുണ്യായിരിക്കും കൊടുക്കുക. അപ്പോ നമ്മൾ എന്തിനാ നോമ്പ് വിളിക്കേണ്ട? രണ്ടാമത്തെ കാര്യം, നരകത്തിൽ നിന്ന് മോചിതരാകണം. നരകത്തിൽ നിന്ന് മോചിതരാകുന്നവരുടെ ലിസ്റ്റിൽ ഇന്ന് എനിക്ക് ഉൾപ്പെടണം. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ചിന്ത. ഇനി മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് പ്രത്യേകം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വരാൻ പോണത്. അപ്പം എന്താ കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പറയണ്ട് പടച്ചവനോട്, എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുണ്ട് അല്ലേ? അതൊക്കെ ചോദിച്ചു വാങ്ങാനുള്ള അവസരമാണ്. നോക്കൂ നിങ്ങൾ, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളുടെ പ്രാർത്ഥന പടച്ചോൻ തട്ടൂല എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രവാചകൻ പറയാ, വസ്വാഇമു ഹീന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന ആള് നോമ്പ് തുറക്കുന്ന സമയത്തെ അയാളുടെ തേട്ടം അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല. അപ്പം നോമ്പ് തുറക്കുമ്പോൾ അത്യാവശ്യം വെള്ളവും ചായയും കടിയൊക്കെ എടുത്തു കൊടുക്കണം. പക്ഷെ അതന്നെ ഒരു പരിപാടിയാക്കണ്ട. അത് അത്യാവശ്യം ഒന്ന് നേരത്തെ എല്ലാവരോടും സെറ്റാക്കി വെക്കുക. എന്നിട്ടോ ആവശ്യമില്ലാത്ത വർത്താനം തമാശയൊക്കെ കൊണ്ട് ഒഴിവാക്കുക. എന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം അവിടെ ഇരുന്നും അതിൻ്റെ ശേഷവും സൊഫിലിരുന്നൊക്കെ ശരിക്കും പ്രാർത്ഥിക്കുക. നോമ്പ് തുറന്ന ഉടനെ മാത്രമല്ല, നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷമുള്ള സമയമൊക്കെ അതിന് ഉപയോഗിക്കുക. എന്താ അപ്പം 30 ദിവസത്തേക്ക് വേണമെങ്കിൽ 30 കാര്യം നമുക്ക് നിയ്യത്താക്കാം. 30 ആവശ്യങ്ങൾ ഒരുക്കി വെക്കാം. പടച്ചവനോട് ചോദിക്കാം. നമ്മുടെ സ്വന്തം കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആ സന്ദർഭത്തെ ആ നിലയ്ക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം നമ്മുടെ നോമ്പ് എന്തിനാ? നമ്മൾ ശരിയായ നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുനിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനാ. ഇനി സുഹൃത്തുക്കളെ, പാപമോചനം ഇതിൽ പെടുന്നതാണ്. പാപമോചനം 4ാമത്തെ കാര്യം, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി തുകഫിറുഹ സ്വലാ വസ്സൗം വസ്സദഖ. ഒരു മനുഷ്യന്റെ ഫിത്നത്തുർ റജുൽ, ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എവിടെ? ഫി അഹ്ലിഹി, അവന്റെ അഹ്ലില്, ഭാര്യയായിട്ട് ഉണ്ടാക്കുന്ന തല്ലുംപിടി, ഭർത്താവുമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ വമാലിഹി, അവന്റെ സമ്പാദ്യത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പലിശ, ധൂർത്ത്, അങ്ങനെയുള്ള എല്ലാ പരിപാടി അല്ലേ? അതുപോലെ തന്നെ വലദിഹി, അവന്റെ മക്കളോടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, വജാരിഹി, അവന്റെ അയൽക്കാരോടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, തുകഫിറുഹ, അത് ഇല്ലാതെയാക്കും നോമ്പ് അത് ഇല്ലാതെയാക്കും. അപ്പൊ 100% നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനാണ് നമ്മുടെ നോമ്പ്. നമ്മൾ പകല് പട്ടിണി എടുക്കണമെന്ന് രാത്രി നിസ്കരിക്കണമൊക്കെ എന്തിനാ? ഒറ്റവാചകത്തിൽ സ്വർഗം കിട്ടാനെന്ന് മാത്രം നിയത്താക്കല്ല വേണ്ടേ, മറിച്ച് ഇത് ഓരോന്നും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഇനി ഒന്നുകൂടി റസൂൽ അത് വ്യക്തമാക്കി പറഞ്ഞു,
മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടെ വിശ്വാസത്തോടുകൂടെ നോമ്പ് നോറ്റാൽ, ആ ഭാഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ബാക്കി എന്താ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരും. ഇതിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടാകും, അത് മനുഷ്യരെടുത്തു നിന്ന് വേർതിരിച്ചെടുക്കണം. ഞാൻ എന്നോട് പറഞ്ഞൊക്കെ അത് പുറത്തല്ലോ, ഞാൻ എനിക്ക് തരാനുള്ള 10,000 അതാട്ടോ. മനുഷ്യന്മാരോടുള്ളത് അവരോടും കൂടി വിട്ടുവീഴ്ച വാങ്ങിയാൽ മാത്രമേ പടച്ചോൻ പുറത്തു തരുള്ളൂ. പടച്ചോനോടുള്ളത് പടച്ചോൻ വേഗം പുറത്തു തരും. അതിനാണ് ഒരു താഴ്വാരം മുഴുവൻ പാപവുമായി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവൻ പുറത്തു കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് നന്മയാക്കി കൊടുക്കും എന്ന് പഠിപ്പിച്ചത്. അത് വിശ്വാസിക്ക് പ്രചോദനമാകാനും വിശ്വാസി അത് ഉൾക്കൊള്ളാനൊക്കെ വേണ്ടി തന്നെയാണ്. ഇനി നോമ്പുകാരനുള്ള മറ്റൊരു നേട്ടം, അഞ്ചാമത്തെ ഒരു നേട്ടം എന്താ അറിയോ? ആ അഞ്ചാമത്തെ ഒരു നേട്ടം റയ്യാൻ എന്ന കവാടത്തിലൂടെയുള്ള പ്രവേശനമാണ്. ഇന്ന ഫിൽ ജന്നത്തി ലബാബ് യുഖാലു ലഹു അർ-റയ്യാൻ. റയ്യാൻ എന്ന് പറയുന്നൊരു വാതിലുണ്ട്. അതിൽ യുദ്ഖലു മിൻഹു സ്വായിമൂൻ, അതിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്നത് നോമ്പുകാരെയാണ്. ലാ യുദ്ഖലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാതെ വേറെ ആരെയും പടച്ചോനയിലൂടെ കയറ്റുകയില്ല. അപ്പോൾ സകുടുംബം നമുക്ക് റയ്യാൻ കടക്കാനാണ്. മക്കളെയൊക്കെ കൂട്ടി, എല്ലാവരെയും ചേർത്ത്, ഭാര്യനെ കൂട്ടി, വാപ്പാനെ കൂട്ടി, വല്യാപ്പാനെ കൂട്ടി, വീട്ടുകാരെ കൂട്ടി, കുടുംബക്കാരെ കൂട്ടി സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പ്. അപ്പൊ നമ്മുടെ നോമ്പിന്റെ പ്രതിഫല ഇച്ഛകൾ ഇതൊക്കെയാണ്. ഇനി മാത്രമല്ല, മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹുവിനെ ഒരു വ്യക്തി കാണും എന്നാണ്. ലിസ്വാഇമി ഫർഹതാൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്നത് നോമ്പ് തുറക്കുന്ന നേരമാണ്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. എന്താ? നാഡി നരമ്പുകളൊക്കെ നനഞ്ഞ് എൻ്റെ ഒരു ദിവസത്തെ നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, ഒരുപാട് പുണ്യങ്ങളുടെ സാധ്യതയുള്ള ഒരു ദിവസം എനിക്ക് പിന്നിട്ട് പോയല്ലോ എന്നുള്ള സന്തോഷം. അതോടൊപ്പം പ്രത്യേകം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു നിമിഷത്തിൽ വന്നണഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. ഒന്നാമത്തെ സന്തോഷം അതാണ്. രണ്ടാമത്തേതോ വഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരം. മദീനയുടെ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പൂത്തുലഞ്ഞൊരു രാത്രിയിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ ഫലാ തുദാമൂന ഫി റുഅയതി. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, ഈ പൂർണ്ണ ചന്ദ്രികയെ നിങ്ങൾ എത്ര തെളിച്ചത്തിൽ കാണുമോ അത്ര തെളിച്ചത്തിൽ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ കണ്ടുമുട്ടും. അങ്ങനത്തെ ഒരു ദിവസം വരാണ്ട്. അപ്പൊ നോമ്പിന് വേണ്ടി ചൂടുകൊള്ളുമ്പോഴും പകലന്തിയോളം അധ്വാനിക്കുന്നവൻ നോമ്പെടുക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മാർക്കറ്റിൽ ചുമട്ട് തൊഴിലാളികളുണ്ട് അല്ലേ, അതല്ലെങ്കിൽ പൊരിവെയിലത്ത് അധ്വാനിക്കുന്നവരുണ്ട്, പാടത്ത് പണിയെടുക്കുന്നവരുണ്ട്. ഇവരൊക്കെ നമ്മളൊന്ന് അറിയണം, ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ അയൽപക്കത്തുള്ള ചിലരൊക്കെ ഉണ്ടാകും, ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. പണ്ടേ ജോലിക്ക് പോണവരായിരിക്കും, പ്രായം അവിടെ തളർത്തി തുടങ്ങിയിട്ടുണ്ടാകും, പല അസുഖങ്ങൾ അവർക്ക് ഉണ്ടാകും. ഈ നോമ്പ് കാലത്ത് ജോലിക്ക് അവർ ശരിക്കും പോകാത്തതുകൊണ്ട് പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ കിറ്റ് കൊടുക്കണമെന്ന് തീരുമാനിച്ച് ഇന്ന് കിറ്റിന്റെ കളക്ഷൻ ഡേ ആക്കിയത്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അത് ആഹ്വാനം ചെയ്തപ്പോൾ ഓൺലൈനിൽ ഖുതുബ കേട്ടവരും നമ്മുടെ പള്ളിയിൽ നിന്ന് ഖുതുബ കേട്ടവരും സ്ഥിരമായി നമുക്ക് തരുന്നവരൊക്കെയായി ഏകദേശം ഒരു 100 കിറ്റിന്റെ അടുത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനിയും 100 കിറ്റ് വേണം. ഇത് ഓരോന്നും വെരിഫൈ ചെയ്യപ്പെട്ട സംഗതികളാണ്. ഏകദേശം പല വീടുകളും ഇത് ചെല്ലുമ്പോഴാണ് ഒരു പൂർണ്ണതയ്ക്ക് എത്തുക. പലയിടത്തും ഇതുണ്ടെങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റുണ്ടാകുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു 1000 രൂപയാണ് കിറ്റിന് നമ്മൾ കണക്കാക്കുന്നത്. 1000 രൂപ, ആ 1000 രൂപ എടുത്തു കൊടുക്കാൻ പറ്റിയിരുന്ന അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുക കേട്ടോ. ഇനി 1000 പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് 500 പറ്റണമെങ്കിൽ അത് കൊടുക്കുക. ഇത് നഷ്ടമല്ല സുഹൃത്തുക്കളെ. കാരണം എന്താ അറിയോ, ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം അസ്ലായി പഠിപ്പിച്ചൊരു കാര്യമാണ് അല്ലേ. ഖുർആൻ പഠിപ്പിച്ചു, ഭക്ഷണത്തോട് അവർക്ക് താല്പര്യമുണ്ടായിരിക്കെ, എനിക്കാവശ്യമുണ്ടായിരിക്കെ ഞാൻ ഫക്കീറിനും മിസ്കീനിനും ഒക്കെ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന സമൂഹത്തിലായി ഈ ആയത്ത് ഓതുന്നത്. അന്നത്തെ ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വഹാബത്തിന്റെ സദസ്സിലാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതുന്നത്. അവിടെ എന്താ, അവർക്ക് തന്നെ വീട്ടിൽ ആവശ്യമുണ്ടായിരിക്കേ കൊടുക്കാനാ പറഞ്ഞത്. നമ്മളെ വീട്ടില് അങ്ങനത്തെ വിഷമൊന്നുമില്ല. അവിടെ ആർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്നത്തെ രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആരും ഇവിടെ ഇരിക്കണില്ല. ഉണ്ടെങ്കിൽ നിങ്ങളെ ഖത്തീബ ഞങ്ങൾ വന്ന് പറയണം. വല്ലാഹി അള്ളാനെ സാക്ഷി നിർത്തി പറയാം, അതൊന്നും പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം നമുക്കില്ല. നമ്മളേറ്റു. നമ്മളെ മഹല്ലിൽ വരുന്ന ഏതെങ്കിലും ഒരാള്
ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ട് നിങ്ങൾ പറയും. നമ്മളൊക്കെ ശമ്പളത്തിൽ പൈസ അല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തായി പറയണത്? അങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു കാര്യം ഇവിടെ അല്ല. ഇവിടെ ഇത് അതിനുള്ളതാണ് ഈ പള്ളി. അങ്ങനെ 500 ആൾ ഈ വട്ടത്തൂരുണ്ടെങ്കിൽ ഓരോ മുഴുവൻ നമ്മൾ പരിഗണിക്കും, ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് ഈ സൊഫിൽ വന്നിരിക്കുന്ന ആളുകളുടെ കാര്യം നമ്മൾ ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് 1, 2, 3, 10 ഒക്കെ കിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അത് കൊടുക്കുക, അത് ശരിയായി പരിശോധിച്ച് അർഹരായ വ്യക്തികളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നഷ്ടാകൂല. അത് അങ്ങനത്തെ ഒരു കാര്യമാണ്, അത് അത്രയും ശക്തമായൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് നോമ്പ് നോൽക്കുന്നത്? നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇത്തരം കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമുക്ക് തഖ്വ ഉണ്ടാകാൻ. ആ തഖ്വ ഉണ്ടായുള്ള ഗുണം ഞാൻ പറഞ്ഞു. തഖ്വ ഉണ്ടായ പിന്നെ സേഫാണ്, പിന്നെ നമ്മൾ സുരക്ഷിതരാണ്, പിന്നെ നമുക്ക് യാതൊരു ബേജാറും പേടിയുണ്ടാവില്ല. നമ്മൾ ശരിയായ ദിശയിലായിരിക്കും പോവുക, നമ്മളെ പടച്ചോൻ ശരിയായ വഴിയിലായിരിക്കും സഞ്ചരിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ പറഞ്ഞെന്താ? നരകത്തിൽ നിന്നുള്ള മോചനാണ്. മൂന്നാമത്തേത് എന്താ? നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന കുറേ ദിവസങ്ങളും സമയങ്ങളും വരാണ്ട്, അതാണ്. നാലാമത്തതോ പാപമോചനമാണ്. അഞ്ചാമത്തതോ റയ്യാൻ കവാടമാണ്. ആറാമത്തതോ റബ്ബിനെ കണ്ടുമുട്ടലാണ്. ഇങ്ങനെ കുറേ നോമ്പ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, നിയ്യത്താക്കേണ്ട വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നടക്കണമെങ്കിൽ എന്താ വേണ്ട അറിയോ? ജീവിതക്രമത്തിൽ വലിയൊരു വ്യത്യാസം നമ്മൾ കൊണ്ടുവരണം. ജീവിതക്രമത്തിൽ അടുക്കള മാറണം, പാടത്തെ കാര്യങ്ങൾ മാറണം, ഷോപ്പിലെ കാര്യങ്ങൾ മാറണം, യാത്രയുടെ പ്ലാൻ മാറണം കേട്ടോ, ഓഫീസിലെ കാര്യങ്ങൾ മാറണം, ഒക്കെ മാറണം. എല്ലാ സ്ഥലത്തും സമഗ്രമായ മാറ്റം വരണം. എന്താ അടുക്കള മാറണം എന്ന് പറഞ്ഞാൽ, നോമ്പുണ്ടായാൽ പലപ്പോഴും സ്ത്രീകൾ അടുക്കളയിലേക്ക് കൂടുതൽ കയറുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് വെച്ചിട്ട് വൈകുന്നേരം പ്രതികാരം തീർക്കുന്ന ഒരു മനോഗതത്തിലാണ് ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുക, അല്ലേ? പണ്ടേതൊരു പ്രഭാഷകൻ ഉദാഹരണം പറഞ്ഞ മാതിരി റെയിൽവേ ഗേറ്റ് തുറന്ന മാതിരിയാണ് പറഞ്ഞപ്പോൾ. സംഗതി ഒരു നല്ല ഉദാഹരണമാണ്. എന്താ? റെയിൽവേ ഗേറ്റ് തുറന്ന വലിയ ലോറി ഉണ്ടാകും, കുട്ടി ലോറി ഉണ്ടാകും, പിന്നെ സൈക്കിൾ ഉണ്ടാകും, ബൈക്ക് ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ മാതിരി ഭക്ഷണ പാത്രം ഉണ്ട് മുന്നിൽ കൊണ്ടെന്ന് വെച്ചാൽ ആ ചെറിയ കാരക്കമ്മ തുടങ്ങിയിട്ട് ആ വലിയ അൽഫാമിന്റെ പീസുമൊക്കെ എത്തുന്ന സാധനം ഉണ്ട് വയറ്റിക്കാണ് കയറ്റിയിട്ട് പിന്നെ പോലാണ്. പിന്നെ നിന്ന് അങ്ങനെ തൂങ്ങും. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നിന്ന് തൂങ്ങി അങ്ങനെ ഉറങ്ങുമ്പോൾ എന്തപ്പടെ പോയിട്ടും കാര്യമൊന്നുമില്ല എന്ന് ഉറങ്ങാണ്. അതുകൊണ്ട് ശരിക്കാണ് ഉറങ്ങട്ടെ. ശൈത്താൻ നല്ല തലമൊക്കെ ഒഴിഞ്ഞ് കാലൊക്കെ ഒഴിഞ്ഞ് എന്നാണ് കടത്തി ഉറക്കും. റമദാന്റെ വഴിക്ക് കഴിഞ്ഞു പോകും. അവൻ്റെ ഉള്ളിൽ എല്ലാ വേണ്ടാത്തൊരു അപ്പോഴും യൂട്യൂബിൽ പിന്നെയും തോന്നിയാസം സെർച്ച് ചെയ്യലും, ഗൂഗിളിൽ സെർച്ച് ചെയ്യലും, വേണ്ടാത്തത് കാണലും, ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും അങ്ങനെ ദുഷിച്ച് നശിച്ച് അങ്ങനെ പോകും. അവൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒരു സംതൃപ്തി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവിടേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ട് അടുക്കള മാനേജ് ചെയ്യപ്പെടണം. എന്താ? ആദ്യം കുഴക്കണം, പിന്നെ മടക്കണം, പിന്നെ കുലുക്കണം, പിന്നെ കുത്തണം, പിന്നെ മാന്തണം, ഇങ്ങനെ എന്തൊക്കെ ഒരു അവസാനം എന്താ ഉണ്ടാകുക? തൊള്ളേക്കാണ് കടിച്ചിട്ട് വാറ്റിക്കാണ്ട് ഇറക്കും. ഒരു കടി ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമാണിത്. അത് ആദ്യം നിട്ടച്ച് പിന്നെ ഒന്ന് മൂടി വെച്ച്. ഞാൻ പറഞ്ഞത് ഇതൊന്നും അടുത്തേക്ക് കൊണ്ടുവരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞ അർത്ഥമല്ല. അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കുക, ബാക്കിയുള്ള തീറ്റയൊക്കെ ഒന്ന് കുറച്ചിട്ട്, ഒന്ന് ഷെഡ്യൂളൊക്കെ കുറച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഫുൾ ടൈം 3 മണിക്കാണ് തുടങ്ങും, അല്ലെങ്കിൽ 2 മണിക്കാണ് തുടങ്ങും. ഒരു ആസറസൊലൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയ തീരുന്ന പണി മതി സഹോദരന്മാരെ, അതിനുള്ള മതി. അത് അവിടേക്ക് നമ്മൾ എത്തണം എന്ന് ഞാൻ പറയുന്നത്. അതിനനുസരിച്ച് നമ്മളെ ഭക്ഷണ മെനുവിനെ ക്രമീകരിക്കാൻ നമുക്ക് പറ്റണം. ഈ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ഞാൻ റെഫർ ചെയ്തപ്പോൾ ഒരു ഖുത്തുബക്കുള്ളതിലേറെ മാറ്റർ ഉണ്ട്. ഒരു ഖുത്തുബക്കുള്ളിലേറെ മാറ്റർ. അപ്പം അങ്ങനെ ഒരു ഖുത്തുബ അയിമ മാത്രം പറഞ്ഞ് തീർക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം ശരിക്കും ഇങ്ങോട്ട് പിന്നെ ഒരവസ്ഥയിൽ ഇങ്ങോട്ട് ആക്കി വെച്ചാൽ അതിന് കിട്ടുന്ന അത്ര സുഖം വേറൊന്നിനുമില്ല. ഞാൻ കഴിഞ്ഞൊരു 2024 ഫെബ്രുവരി 15 മുതൽക്ക് എനിക്കത് നല്ല ബോധ്യമാണ്. ഭക്ഷണത്തിലൊരു അളവൊക്കെ നമ്മൾ കുറച്ച്, മധുരമൊക്കെ ഒന്ന് ഒഴിവാക്കി, ഒന്ന് ചിട്ടപ്പെടുത്തി, ഒന്ന് ക്രമീകരിച്ച്, സമയങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തൊക്കെ ഒന്ന് പോയാൽ ശരീരത്തിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് അടുക്കളയിൽ ഒരു ചെറിയ ക്രമീകരണം കൊണ്ടുവരണം. അടുക്കളയിലുള്ള പാത്രം മുഴുവൻ ആ ഷെൽഫിലുണ്ടാകും. കുഞ്ഞൊരു പാത്രം, പിന്നെ വലിയൊരു പാത്രം, അച്ചാറിനൊരു പാത്രം, പിന്നെ ഇതിനൊരു പാത്രം, മറ്റീനൊരു പാത്രം. അപ്പം ഒന്ന് ഉണ്ടാക്കുക, പിന്നെ തിന്നുക, പിന്നെ കഴുകുക. അതിന് മാത്രമേ പെണ്ണുങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഈ കുട്ടികളെ മാനേജ് ചെയ്യുന്നതിലും ഒരു ചെറിയ ക്രമീകരണം, ഒരു പ്ലാനൊക്കെ ഉണ്ടായി വരണം. ഇതേപോലെ വയലിക്ക് പോയപ്പോഴാണ് രാവിലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാണ്ട് അവസാനം ഒരു 10:30-11 മണിക്കാണ് ഇറങ്ങും. എന്നിട്ട് ഈ പ്രായമായ രക്ഷിതാക്കളൊക്കെ വയലിൽ കൂടെ പോയി പിന്നെ അവർ അങ്ങോട്ടാകുമോ എന്ന് വെച്ച് ബേജാറായിട്ട് ഒരു ചിലപ്പോൾ നോമ്പിൻ്റെ അഫും ഉണ്ടാവും.
ഓൽക്ക് നോമ്പിന്റെ അഫു ഉണ്ടാവും. നോമ്പിന്റെ അഫു ഉള്ള ആള്, രോഗമുള്ള ആള് നോമ്പെടുത്താൽ അത് കുറ്റാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. വേറെ എവിടേക്കും നിങ്ങൾ മസാല ചോദിച്ചു പോകും വേണ്ട കേട്ടോ. എന്നിട്ട് ഓരോ രോഗികളായി പ്രയാസപ്പെട്ട് യാത്രയിലായിരിക്കെ വിഷമിക്കണ മനുഷ്യന്മാരെ കണ്ടപ്പോ പ്രവാചകൻ പറഞ്ഞു, ലൈസ സിയാമു ഫി സഫർ, എന്താ ലൈസൽ ബിർറു അസ്യാമു ഫി സഫർ, ഇങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കൽ പുണ്യൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നാൽ യാത്രയിലായിരിക്കെ നോമ്പ് നോറ്റ സംഭവം ഉണ്ട്. എന്താ അത് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമില്ലാത്ത നോമ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകിൽ രാവിലെ നേരത്തെ പോയി വയലിൽ പോയിട്ട് വരിക, എന്നാൽ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കാൻ വരണമെങ്കിൽ ഓൽക്കൊക്കെ വെയിലുള്ളത് വരാം, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് മാറ്റുക. അല്ല 10 മണിക്ക് അല്ലേ, ഞാൻ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ്, നിങ്ങൾ വീട്ടിലെ പ്രധാനപ്പെട്ട ആളാർക്കെങ്കിലും തിരക്കുണ്ടോ? കുട്ടികളെ മക്കളെയും സ്വീപ്പാക്കരുത്. ഇതേപോലെ ഷോപ്പ്, നമ്മളെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നാലും കിട്ടുന്ന ഷോപ്പാണ്. കൊറോണ കാലത്ത് നമ്മൾ കച്ചവടം നടത്തിയിട്ടില്ലേ? പോലീസൊന്ന് അടപ്പിച്ചപ്പോൾ നമ്മൾ അടച്ചിട്ടില്ലേ? അപ്പോൾ അതിലൊക്കെ ഒരു കൃത്യത വരുത്തി ഷോപ്പിന്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയ ക്രമീകരണം വരുത്തണം. അംർ ബിൻ ഖൈസിനെ കുറിച്ച് പറയാം, ഇതാ ദഖല ഷഹ്റു റമളാൻ ഷഹ്റു ശഅബാൻ, ശഅബാ മാസത്തേക്ക് കയറിയാൽ തന്നെ അഗ്ലഖ ഹാനൂതുഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ശഅബാ മാസത്തേക്ക് കയറിയാൽ തന്നെ മൂപ്പര് ഷോപ്പൊക്കെ അടച്ചിട്ട് പിന്നെ ഖുർആൻ പാരായണത്തിന് ഇരിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യഖ്തതിമുൽ ഖുർആന കുല്ല യൗമിൻ മറത്തൻ, ഓരോ ദിവസവും അദ്ദേഹം ഖുർആൻ ഒരു തവണ പൂർത്തിയാക്കിയിരുന്നു. അസ്വദ് ബിൻ യസീദ് അദ്ദേഹം യഖ്തിമുൽ ഖുർആന ഫി റമളാന ഫി കുല്ലി ലൈലതൈനി, എല്ലാ 2 രാത്രിയും കൂടുമ്പോൾ ഒരു ഖത്തം തീർത്തിരുന്നു. വഫി ഗൈരി റമളാന ഫി സിത്തി ലയാലിൻ, എല്ലാ റമളാൻ അല്ലാത്ത കാലത്ത് എല്ലാ 6 രാത്രിയും കഴിയുമ്പോൾ അദ്ദേഹം ഒരു തവണ ഖുർആൻ പൂർത്തിയാക്കിയിരുന്നു. സഅദ് ബിൻ ജുബൈർ അദ്ദേഹം എല്ലാ 2 രാത്രിയിലും 2 രാത്രി പിന്നിടുമ്പോൾ ഒരു വട്ടം ഖുർആൻ ഓതി തീർക്കും. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാ യഖ്തിമു ഫി റമളാന ഫി നഹാരി കുല്ല യൗമിൻ ഖത്മതൻ, അദ്ദേഹത്തിന്റെ ഓരോ രാത്രിയിലും അദ്ദേഹം ഒരു തവണ ഖുർആൻ പൂർത്തിയാക്കിയിരുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ 60 തവണ റമളാനിൽ 60 ഖത്മതൻ, 60 തവണ പിന്നെ ഖുർആൻ ഓതി പൂർത്തിയാക്കിയിരുന്നു. ഖതാദ അദ്ദേഹം എല്ലാ 7 ദിവസത്തിലും ഖുർആൻ ഒരു തവണ ഓതി പൂർത്തിയാക്കിയിരുന്നു. ഇങ്ങനെ ധാരാളം കാണാം. അപ്പോൾ ഒരു ഹദീസ് ഇങ്ങനെ ഓർമ്മയ്ക്ക് വരും, 3 ദിവസത്തിൽ ഒരിക്കലല്ലേ ഖുർആൻ പൂർത്തിയാക്കാൻ പാടുള്ളൂ, അതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ എന്ന ചോദ്യത്തിന് ഇബ്നു ഹജർ ഹംബലി കൊടുത്ത മറുപടി, ഇന്നമ വറദ നഹ്യു അൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ അങ്ങനെ ഓതുന്നതിൽ നിന്ന് വിലക്കിയത് ഫി അഖല്ലി മിൻ 3 ദിവസത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഖുർആൻ ഓതി തീർക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? അലൽ മുദാവമത്തി അലാ ദാലിക്, അതൊരു സ്ഥിരം പരിപാടിയാക്കുന്നതിനെയാണ് വിമർശിച്ചത്. എന്നാലോ ഫഅമ്മാ ഫി ഔഖാത്തിൽ മുഫദ്ദല കശഹ്രി റമളാൻ, റമളാൻ മാസം പോലെ, വലമാക്കിനിൽ മുഫദ്ദല കമക്ക, മക്കയിൽ പോയതാണ് ഒരു 10 ദിവസത്തിന്, അങ്ങനത്തെ സമയത്ത് ആ സമയങ്ങളിലൊക്കെ അത് ആകാം. ഫയുസ്തഹബ്ബുൽ ഇക്സാറു ഫീഹാ മിൻ തിലാവത്തിൽ ഖുർആൻ, അവിടെ തിലാവത്തുൽ ഖുർആൻ അനുവദനീയമാണ്. ഇഖ്തിനാമൻ ലിഫളീലത്തി സമാൻ, ആ കാലത്തോടുള്ള ബഹുമാനം വെച്ചിട്ട്, വൽ മക്കാൻ, ആ സ്ഥലത്തോടുള്ള ബഹുമാനം വെച്ചിട്ട്. അത് അഹ്മദും ഇസ്ഹാഖും അവരല്ലാത്തവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ പറഞ്ഞേ? എല്ലാ രാത്രിയും ഖുർആൻ ഓതി തീർക്കാൻ പറ്റുന്ന ഈമാനൊന്നും ഞാൻ ഉൾപ്പെടെ നമുക്കാർക്കില്ല. പക്ഷേ റമളാൻ മാസം കൊണ്ട് മൊത്തം ഒരു തവണ ഖുർആൻ തീരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗതികേടൊന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ, അത് തിരുത്തണക്കൊല്ലോ. മാത്രമല്ല അവസാനത്തെ 10 ഒന്നും ചിട്ടപ്പെടുത്തണം. ഒറ്റയിട്ട രാവിലൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഭക്ഷണം കണ്ട് ഒരുക്കി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അന്ന് മീറ്റിങ്ങിൽ ആവേശപൂർവ്വം ചർച്ച ചെയ്തിരുന്നു. എന്താ കുറെ ദൂരം പോകണം, അപ്പൊ എനിക്ക് അത്താഴത്തിന് എത്തൂല, അങ്ങനത്തെ കാരണം കൊണ്ടൊന്നും മുടങ്ങണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ഇരുന്ന് നിസ്കാരം കഴിഞ്ഞ് സുബഹിയും കഴിഞ്ഞ് കുറച്ചു നേരം ദിക്റൊക്കെ ചൊല്ലി പോകണം എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വീട്ടിലെ ഫാന്, മിക്സി, അങ്ങനത്തെ കുറേ സാധനമുണ്ട്, കേട് നടക്കണം, അത് നേരാക്കി കൊടുക്കുക. എന്നാലേ പണി എളുപ്പമാകുള്ളൂ. പണി എളുപ്പമാകാൻ ആവശ്യമായതൊക്കെ നേരാക്കി കൊടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല സാമ്പത്തികവും സ്വസ്ഥതയൊക്കെയുള്ള ഒരാൾ, വാപ്പ ഉമ്മയൊക്കെ കിടക്കുന്ന റൂമിൽ AC ഒന്നും ഇല്ലെങ്കിൽ AC ഒക്കെ വെച്ചു കൊടുക്കുക. ചിലപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണവരൊക്കെ തന്നെയാണ്, ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മളെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ നല്ല ചൂടുകാലാണ്, അപ്പോൾ നല്ല കൂലിട്ടു പറഞ്ഞുകാണ്ട് കളരുത്. അത്യാവശ്യം നല്ല ചൂടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ചൂട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം തലയിലൂടെ വെള്ളം ഒഴിക്കേണ്ട സമയത്ത് വെള്ളമൊക്കെ ഒഴിക്കുക. അങ്ങനെ ഭയങ്കരമായി കുടിനീരിറക്കാതെ അങ്ങനെ തുപ്പി നടക്കണമൊക്കെ കാണാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇസ്ലാം പഠിപ്പിച്ച മാതിരി നോമ്പ് പറ്റാൽ മതി.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ദിവസവും ഇവിടെ ഇഫ്താറുണ്ട്. ഇതിൽ പോണ വഴിയാത്രക്കാർക്ക് ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഒരു 2000 റുപ്യേൻ്റെ അറൗണ്ടിലാണ് വാങ്ങിയത് ഞാൻ അല്ലേ മുസ്ലിംക? ഒരു ദിവസത്തെ നോമ്പ് തുറക്കാതാണ്. പിന്നെ എല്ലാ തിങ്കളാഴ്ച ഇവിടെ ഖുറാൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഏകദേശം ഒരു 50, 60, 70, 80 ആൾക്കുള്ള നോമ്പ് തുറവുണ്ട്. ഓരോ ആഴ്ചയും ഓരോരുത്തർ ഏറ്റതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഏറ്റ ആളുകൾക്ക് ചിലർക്കൊക്കെ സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ പറ്റണമാരിയൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, അതിലേക്കൊക്കെ കൊടുക്കുക. നോമ്പ് തുറപ്പിച്ചാലുള്ള ഗുണം എന്താ? നോമ്പ് തുറപ്പിച്ചാലുള്ള ഗുണം അയാൾ നോറ്റ നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും എന്നാണ്. മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ല യൻഖുസു മിൻ അജ്രി സ്വായിമി ഷൈഉൻ. 50 ആളുകൾ നോമ്പ് ഉറപ്പിച്ചാൽ അവർക്ക് അവരുടെ നോമ്പിൽ നിന്ന് ഒരു കൂലിയും പോകാതെ 50 ആളുടെ നോമ്പിന്റെ കൂലി കിട്ടും. ഒരു നോമ്പിന്റെ കൂലി എന്താ പറഞ്ഞത്? 70,000 വർഷത്തെ വഴിദൂരം നരകത്തോട് അകറ്റുന്നതാണ്. അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റാക്കി മുറുക്കി പിടിച്ച് എട്ടങ്ങാറായി കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് വേണ്ടതുപോലെ ചെയ്യുക. ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് കിറ്റിന് വേണ്ടിയാണ്, വീടുകളിൽ നോമ്പ് തുറപ്പിക്കാനുള്ള കിറ്റിന് വേണ്ടിയാണ്. അതോടൊപ്പം അടുത്ത ആഴ്ചകളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കണം, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ പിരിവിങ്ങനെ വരുമ്പോൾ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രത്യേക മനസ്സ് വരണ്ട. നമുക്ക് പറ്റണത് കൊടുക്കുക, സംതൃപ്തിയോടുകൂടെ കൊടുക്കുക, കഴിവിൻ്റെ പരമാവധി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖ കൊടുത്ത ഒരാൾ ഇന്നേ വരെ കുടുക്കിയിട്ടില്ല കേട്ടോ. സദഖ കൊടുത്ത ഒരാൾ ഇന്നേ വരെ കുടുങ്ങിയിട്ടില്ല. അത് യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ പോകണം, ആരെയും സഹായിക്കും. അതുകൊണ്ട് വിഷമകരമായ സാഹചര്യത്തിലൂടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോണ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം കിറ്റ് തന്ന ആളുകളിൽ തന്നെ പലരും വ്യത്യസ്തമായ രോഗങ്ങളും കിഡ്നി അടക്കമുള്ള രോഗികളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നോമ്പ് നമുക്ക് ശരിയാം വിധം നിർവഹിക്കാനുള്ള തൗഫീഖിനെ